welcome to SKYRIDERS RC. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് 2200 mAh 3 സെൽ 2 ലൈപ്പോ ബാറ്ററിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ലൈപ്പോ ബാറ്ററിയുടെ ഒരു സെല്ല് ഡെഡായി പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ബാറ്ററിയുടെയും ഒരു സെല്ല് ഡെഡായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 സെല്ല് നമുക്ക് 2 സെല്ലായി മാറുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് 7.4 ആയി മാറും. അപ്പോൾ നമുക്ക് പ്ലെയിൻ പറപ്പിക്കാനുള്ള ഇനഫ് ത്രസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആ സംഭവം നമുക്ക് ശരിയാക്കാൻ വേണ്ടി ഈ ഡെഡായിട്ടുള്ളതിലത്തെ ഒരു സെല്ല് എടുത്തിട്ട് ഈ ബാറ്ററിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് 3 സെല്ല് ഓക്കെ ആവും. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഇത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു മോഡ്യൂൾ വെച്ചിട്ടാണ് നമ്മൾ വോൾട്ടേജ് ലൈപ്പോ ബാറ്ററികളുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് റീഡിങ് കാണുന്നുണ്ടാവും. ഒന്നാമത്തെ സെല്ലിൽ 4.2 വോൾട്ടേജ്, രണ്ടാമത്തെ സെല്ലിൽ 4 വോൾട്ടേജ്, മൂന്നാമത്തെ സെല്ല് കണ്ട അലാറം അടിച്ചു 0 വോൾട്ടേജാണ്, കാരണം ആ സെല്ല് ഡെഡായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബാറ്ററിയെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബാറ്ററിയുടെ അവസ്ഥ ഒന്നാമത്തെ സെല്ലിൽ 3.97, രണ്ടാമത്തെ സെല്ലിൽ 4.2, മൂന്നാമത്തെ സെല്ലും ഡെഡായി പോയിട്ടുണ്ട്, 0 വോൾട്ടേജാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഒരു സെല്ല്, 2 ബാറ്ററിയുടെയും ഒരു സെല്ല് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഏതെങ്കിലും ഒരു ബാറ്ററി ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിയിലെ ഒരു സെല്ല് എടുത്തിട്ട് ഇതിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാം. ഈ ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ പ്ലെയിന്, അതുപോലെ തന്നെ RC കാറുകൾ, RC പ്ലെയിനുകളൊക്കെ ഈ ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ ബാറ്ററിക്ക് പറയുന്ന പേര് ലിഥിയം പോളിമർ എന്ന് പറഞ്ഞ ബാറ്ററിയാണ്. ഈ ബാറ്ററിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് കുറവായിരിക്കുന്ന ഹൈ വോൾട്ടേജും ആയിരിക്കും. നമ്മുടെ ബൈക്കിൻ്റെയും കാറിൻ്റെ ഒക്കെ ബാറ്ററി പോലെ തന്നെ 12 വോൾട്ടേജ് വിത്ത് ഹൈ ആംബിയറിൽ നമുക്ക് ഇതിന്ന് പ്രൊഡ്യൂസ് ആവും. അതുപോലെ തന്നെ സൈസ് വളരെ ചെറുതായിരിക്കും, വെയിറ്റും ചെറുതായിരിക്കും. പക്ഷേ ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ബാറ്ററികൾ വെച്ചിട്ടാണ് നമ്മൾ പ്ലെയിനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറപ്പിക്കുക. റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പാക്കിങ് പൊളിച്ച് ഈ ഓരോ സെല്ലുകളും വേർതിരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പൊളിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ ഈ പാക്കിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കാം. ഈ പൊളിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, ഈ കത്തി ഒരിക്കലും ഈ സെല്ലിൻ്റെ മേലെ കൊള്ളാൻ പാടില്ല. ഈ ലൈപ്പോ ബാറ്ററി എന്ന് പറയുന്നത് സാധാരണ ഒരു ബാറ്ററി അല്ല, ഇത്രയും ചെറുതായതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഹൈ വോൾട്ടേജ് ആണുള്ളത്. ഇത് അറിയാതെ മീൻസ് ഇത് കത്തിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ തറച്ച് കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സർക്യൂട്ടൊക്കെ ഷോർട്ടായിട്ട് ചിലപ്പോൾ ഫയർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കെയർ ചെയ്യണം. അപ്പോൾ കത്തിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നൈസായിട്ട് വളരെ പതുക്കെ ചെയ്യാനേ പാടുള്ളൂ. നമുക്ക് ഇങ്ങനെ വീണ്ടും ഒരു പാക്കിംഗ് കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കവറിംഗ് ഒക്കെ പൊളിച്ചിട്ടുണ്ട്. ഇതൊരു വട്ടം എൻ്റെ കയ്യിൽ നിന്ന് പ്ലെയിന് ക്രാഷ് ആയപ്പോൾ പറ്റിപ്പോയതാണ്. അതിൻ്റെ ഒരു പിക്ചർ ഇതിൻ്റെ പൊട്ടിപ്പോയതിൻ്റെ പിക്ചർ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷോ ചെയ്യാം. പിന്നെ അപ്പോൾ ഇതും അതുപോലെ തന്നെ പൊളിച്ചെടുക്കാം. പൊളിക്കുമ്പോഴൊക്കെ വളരെ ടൈം എടുത്ത് പതുക്കെ പൊളിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മളിത് രണ്ടും പൊളിച്ച് വെച്ചിട്ടുണ്ട്. പൊളിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ മേലൊരു ഹീറ്റ് സിങ്ക് കാണാം. അതുപോലെ തന്നെ ഇതിപ്പോൾ കുറച്ച് ക്വാളിറ്റി കൂടിയ കുറച്ച് ബ്രാൻഡഡ് ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ ഹീറ്റ് സിങ്കൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലോക്കൽ ബാറ്ററിയാണ്, അതുകൊണ്ട് ഇതിൻ്റെ മേലെ ഹീറ്റ് സിങ്കൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിലത്തെ ഈ ഒരു സെല്ലും അതുപോലെ തന്നെ ഇതിൽ കാണാം കുറച്ച് ഇതൊക്കെ പിടിച്ചിട്ടുള്ള ഈ സെല്ലുമാണ് ഡാമേജ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് നല്ലൊരു സെല്ല് എടുത്തിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിരിക്കും. നമുക്കത് ചെയ്തു. ഇത് പറിച്ചെടുക്കുമ്പോൾ നമ്മൾ പൊളിച്ചിങ്ങെടുക്കരുത്. ഇത് പതുക്കെ ഇങ്ങനെ എടുക്കാനേ പാടുള്ളൂ. പെട്ടെന്നുള്ള ഒന്നും പാടില്ല, പതുക്കെ പൊളിച്ചെടുത്ത്. അതേപോലെ തന്നെ ഈ സെല്ലുകൾ പറിക്കുമ്പോഴാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ പിടിച്ച് പൊളിക്കരുത്. ഇത് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് വേറെ ഒന്നും ഇല്ലാതെ അപ്പോൾ ഞാൻ ഈ ചിങ്ങൽ പൊളിച്ചെടുത്തത് ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഈ സെല്ലുകളൊക്കെ തമ്മിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വിട്ട് പോകും. ഈ സെല്ല് നമുക്ക് വേറെ ആയിട്ട് കിട്ടി, സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒറ്റ അടിക്കണ്ട് പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാഥോഡ്സിൻ്റെ
തകിടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണുള്ളത്, നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒടിക്കുമ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും കൂടെ ഷോർട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പം എക്സ്പ്ലോർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഒടിക്കാതെ ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ട് പതുക്കെ തിക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ വെച്ചതിന് ശേഷം ഒരു വട്ടം കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അതിൽ ഏത് സെല്ലാണ് ഔട്ടായി പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെഡിൽ റെഡും പിന്നെ അതേപോലെ തന്നെ ബ്ലാക്കും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ റീഡിങ് കാണിക്കും. ഇതിൽ 0 റീഡിങ്ങാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് ഈ സെല്ലാണ് അതിൽ ഡെഡായി പോയിട്ടുള്ള സെല്ല്. അപ്പോൾ നമുക്ക് ഈ സെല്ല് നമുക്ക് ഷോൾഡർ അയൺ വെച്ചിട്ട് റിമൂവ് ചെയ്യാം. ഇത് ഷോൾഡർ അയൺ വെക്കുമ്പോൾ മറ്റുള്ള സെല്ലുകളുടെ ടെർമിനലിലേക്കൊന്നും തട്ടാതെ ഇതിൽ മാത്രം ടച്ച് ചെയ്തിട്ട് എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോൾഡർ അയൺ വെച്ചിട്ട് ഇതിലുള്ള ഈ ഒരു ഡെഡായി പോയിട്ടുള്ള ഇതിലുള്ള എല്ലാതും നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ സെല്ല് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതേപോലത്തെ ഒരു സെല്ല് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഒരു ബാറ്ററിയിൽ ഇപ്പോൾ 2 സെല്ല് നല്ല സെല്ലാണ്. മറ്റേലത്തെ ഒരു നല്ല സെല്ല് ഞാനിപ്പോൾ അതിന് പറിച്ചെടുത്തു. അപ്പോൾ ആ സെല്ലിൻ്റെ ഇപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഏത് ടെർമിനലാണ് നെഗറ്റീവ് ഏത് ടെർമിനലാണ് പോസിറ്റീവ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്ററിൽ ജസ്റ്റ് 2 ടെർമിനലിൽ നമ്മൾ 2 ലെഗ് കൊടുന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഡിങ് എങ്ങനെയുണ്ട് നോക്കാം. റീഡിങ് ഇപ്പോൾ -4 വോൾട്ടേജാണ് കാണിക്കുന്നത്. അപ്പോൾ മൈനസ് കാണിക്കാൻ കാരണം നമ്മളിത് ഉൾട്ട വെച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് കാണിക്കേണ്ടതാണ്. ഓക്കെ, പോസിറ്റീവായിട്ട് കാണിച്ചു. അപ്പോൾ ഈ കറുപ്പ് കളറ് മൈനസിനെയാണ് സൂചിപ്പിക്കുന്നത്, റെഡ് കളർ പോസിറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്, അതറിയാലോ. അപ്പോൾ ഈ ടെർമിനലിൻ്റെ ഇത് മൈനസും ഇത് പോസിറ്റീവാണ്. നമ്മളെ മുന്നത്തെ ബാറ്ററി അഴിച്ച് മാറ്റിയത് എങ്ങനെയാണെന്ന് അറിയാലോ. അതേ സെക്ഷനിലേക്ക് ഈ ബാറ്ററി കറക്റ്റായിട്ട് അതുപോലെ ഉണ്ട് വെക്കുക. അതുപോലെ തന്നെ ഷോൾഡർ ചെയ്തുകൊണ്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെല്ല് ഓക്കെ ആവും. അപ്പോൾ നമുക്കൊന്ന് ഷോൾഡർ ചെയ്യാം. സെല്ലുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിന് 2 ടെർമിനൽ ഉണ്ട്. ഈ 2 ടെർമിനൽ തമ്മിൽ ഒരിക്കലും ടച്ച് ആകാൻ പാടില്ല. നമ്മൾ പ്ലയർ ഉപയോഗിക്കുമ്പോഴോ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുമ്പോഴോ ഷോൾഡർ അയൺ ഉപയോഗിക്കുമ്പോഴോ ഒന്നും ഇതിലൊരു പരസ്പരം ടച്ച് ആവാൻ പാടില്ല. ഒരു 3 സെൽ ലൈപ്പോ ബാറ്ററിയുടെ ഡയഗ്രാമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഷോൾഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണക്ഷൻസൊക്കെ ഇതുപോലെ തന്നെ ഇല്ലെന്ന് ഒന്നുകൂടെ ഒന്ന് ഉറപ്പുവരുത്താം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷോൾഡറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ബാറ്ററിയുടെ ഒരു ഡെഡ് സെല്ല് മാറ്റി നമ്മൾ വേറൊരു സെല്ല് ഇതിൽ ആഡ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വോൾട്ടേജ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ ഒരു സെല്ല് ഡെഡായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇത് വീണ്ടും ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു സെല്ല് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് നോക്കി നോക്കാം ആയിരുന്നു. അപ്പോൾ നമുക്കത് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സെല്ലിൽ 4 വോൾട്ടേജ്, രണ്ടാമത്തെ സെല്ലിൽ 4 വോൾട്ടേജ്, മൂന്നാമത്തെ സെല്ലിൽ 3.99 കാണിക്കുന്നുണ്ട്. നേരത്തെ 0 ആയിരുന്നു. ഇപ്പോൾ നമ്മളത് ശരിയാക്കി ആ സെല്ല് ഇപ്പോൾ ഈ ബാറ്ററി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് പഴയ പോലെ ഒരു പുതിയ ബാറ്ററി പോലെ നമുക്കിത് ഇതിനെ പാക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടക്ക് ടാപ്പും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. നമ്മൾ ടക്ക് ടാപ്പ് വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴയ ബോങ്കയുടെ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന സ്റ്റിക്കർ ഉണ്ട് ഇവിടെ. ആ സ്റ്റിക്കർ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ബോങ്കയുടെ 3 സെല്ല് 2200 mAh ബാറ്ററി നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതിലെ പഴയ ആ ഒരു കേടുവന്ന സെല്ല്, ഡാമേജ് ആയിട്ടുള്ള സെല്ല് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ നമ്മളതിന് പകരം വേറൊരു സെല്ല് വെച്ച് റീഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ വോൾട്ടേജൊക്കെ ചെക്ക് ചെയ്തു, എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനി ഫ്ലൈയിങ്ങിന് നമുക്ക് ഈ ബാറ്ററി വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിവാക്കിയിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഒരു സെല്ല് നമ്മൾ ഈ ബാറ്ററിയിലേക്ക് എടുത്തു വെച്ചു. അതുപോലെ തന്നെ ഒരു സെല്ല് ഡാമേജും ആയിരുന്നു. അപ്പോൾ വീണ്ടും ഒരു സെല്ലും കൂടെ ഉണ്ട്. ഈ സെല്ല് നമുക്ക് 3.7 വോൾട്ടേജിൽ നമുക്ക് സിംഗിൾ സെല്ല് 2200 mAh സിംഗിൾ സെല്ലായിട്ടുള്ള ഒരു ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാം. ഇതിന് നമുക്ക് 3.7 വോൾട്ടേജ് നമുക്ക് കിട്ടും. നമുക്കത് റീചാർജ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള RC റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.